ഭീകരവാദത്തിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടിയ ദ കേരള സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നടക്കുന്ന സംഭവമാണ്. പെൺമക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ കരച്ചിലാകട്ടെ ഇന്നും കേരളം മറന്നിട്ടില്ല. കേരള സ്റ്റോറിയെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ് ആലപ്പുഴ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ലവ് ജിഹാദിലകപ്പെട്ട് പെൺമക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ കരച്ചിലാകട്ടെ കേരളം മറന്നിട്ടില്ല. കേരള സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നടക്കുന്ന സംഭവമാണ്. കേരള സ്റ്റോറി എന്ന സിനിമയോട് കേരളത്തിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ കഴിയരുത് എന്ന് ശഠിക്കുന്നവരാണ് ഈ സിനിമയ്ക്കെതിരെ രംഗത്തെത്തുന്നത്. സിനിമ കാണിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് എതിർക്കുന്നവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ സിനിമ പ്രദർശിപ്പിച്ച ക്രിസ്ത്യൻ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാണാതായത് സംബന്ധിച്ച ബിഷപ്പിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം എന്ന് തന്നെയാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. പ്രണയം നടിച്ച് മതം മാറ്റി പെൺകുട്ടികളെ ഭീകരവാദികൾക്ക് കാഴ്ചവെക്കുന്ന വീഡിയോ അടക്കം കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതുപോലെ ജീവിക്കുന്ന തെളിവുകൾ കേരളത്തിന്റെ മുന്നിലുണ്ടായിട്ടും പുകമറ സൃഷ്ടിക്കാനാണ് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. SDPയും പോപ്പുലർ ഫ്രണ്ടും ഒറ്റ കുപ്പിക്കകത്തെ സാധനമാണ്. അവരുടെ വോട്ടിന് വേണ്ടിയാണ് VD സതീശനും കോൺഗ്രസും സിനിമയെ തള്ളിപ്പറയുന്നത്. ആരെ കൊന്നിട്ടായാലും ഏത് സമൂഹത്തെ നശിപ്പിച്ചിട്ടായാലും 10 വോട്ട് നേടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വോട്ടിന് വേണ്ടി ഒരു സമൂഹത്തിനെതിരെ തിരിയാനാണ് ഇടതു വലത് മുന്നണികളുടെ ശ്രമമെങ്കിൽ എന്ത് വില കൊടുത്തും അത് ചെറുക്കുമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് വ്യക്തമാക്കി BJP നേതാവ് പത്മജ വേണുഗോപാലും ഇതിനു മുമ്പ് തന്നെ രംഗത്തെത്തിയിരുന്നു. കേരള സ്റ്റോറി സിനിമ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. കുട്ടികൾക്ക് സന്ദേശം നൽകേണ്ട ആവശ്യമുണ്ടെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് വെച്ച് ഈ പറയുന്ന അത്ര ഒന്നുമില്ല. എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ മക്കൾക്ക് ഇങ്ങനെ പറ്റിയിട്ട് അവർ വന്ന് സങ്കടം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തലമുറ പലതും പഠിക്കണം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇങ്ങനൊരു വാർത്ത പരക്കുമ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതുവഴി അവർക്ക് മനസ്സിലാകുമല്ലോ ഏതാണ് തെറ്റ് ശരി എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അതായത് വിവാദ ചിത്രമായ കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ പത്മജ പ്രതികരിച്ചത്. ഇടുക്കി താമരശ്ശേരി രൂപതകൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തോട് ക്രിസ്ത്യൻ സമുദായത്തിൽ പലരും BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ് ഇതെന്നായിരുന്നു പത്മജയുടെ പ്രതികരണം. ന്യൂനപക്ഷത്തിനുള്ള തെറ്റിദ്ധാരണ ഒരു പരിധിവരെ മാറ്റാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. താൻ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഒരു രാത്രിയാണ്. കോൺഗ്രസിൽ നിന്ന് ഇനിയും BJPയിലേക്ക് നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.